പ്രളയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് കാര്യമായിട്ട് നമ്മളൊന്നും സംസാരിച്ചില്ല. പ്രളയകാലത്ത് സർക്കാർ സ്വീകരിക്കേണ്ട സമീപനങ്ങളിൽ വീഴ്ചയുണ്ടായോ, എന്തൊക്കെ നടപടികളാണ് വിമർശനത്തിന് വിധേയമാകേണ്ടവ എന്നതിനെ സംബന്ധിച്ചൊക്കെ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമത്തിലുമൊക്കെ നിരവധി വാർത്തകളും വിശകലനങ്ങളൊക്കെ വരുന്നുണ്ട്. ദുരന്തഘട്ടമല്ലേ, ആ സമയത്ത് സംസാരിക്കേണ്ടതില്ല എന്ന് കരുതിയിട്ടാണ് അതിനെ സംബന്ധിച്ച് ഏറെയൊന്നും പറയാതെ പോയത്. പലപ്പോഴും മന്ത്രിമാരുടെയും MLA-മാരുടെയും ഒക്കെ പെരുമാറ്റം കാണുമ്പോൾ ഈ പ്രളയത്തിലൊക്കെ അകപ്പെടുന്നവർ ഏതോ നികൃഷ്ട ജീവികളും നിസ്സാരരുമാണ്, അവർ ഔദാര്യമായിട്ടാണ് സഹായങ്ങളൊക്കെ പറ്റുന്നത് എന്നുള്ള നിലയാണ്. അത് ഇപ്പോൾ സർക്കാരിന്റെ ഒരു പൊതു സ്വഭാവമായി മാറിയിട്ടുണ്ട്. മുരളീധരനടക്കമുള്ള മന്ത്രിമാർ പ്രശ്നങ്ങളെ സമീപിക്കുന്നത് ആക്ഷേപഹാസ്യം പറയുന്ന രീതിയിലാണ്. തന്റെ പിതാവിനെ കാണാതായ, കടലിൽ പോയ തന്റെ പിതാവിനെ കാണാതായ ഒരു കുട്ടിയുടെ വിലാപത്തിനുള്ള മറുപടി നിസ്സാരമാണ്. കടലിൽ ഒരാൾ പോയാൽ എങ്ങനെയാണ് തിരിച്ചു കിട്ടുക എന്നതിനെ സംബന്ധിച്ച് വളരെ ലാഘവ ബുദ്ധിയോടെ അല്ലെങ്കിൽ അവഹേളിതമാകുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പിന്നെ മുരളീധരന്റെ വാക്കൊന്നും നമ്മൾ വിലക്കെടുക്കാറില്ല. വായി തോന്നിയത് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ശീലം. ഇതൊന്നുമല്ല പറയാൻ വന്നത്. അങ്ങനെ പ്രളയത്തിൽ ഒരു പെൺകുട്ടിക്ക് സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ടു. പിതാവിനെ നഷ്ടപ്പെട്ടപ്പോ അന്വേഷണത്തിൽ വന്ന വീഴ്ചകളെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമില്ലായ്മയെക്കുറിച്ച്, സ്വന്തം അമ്മായിയപ്പനെ രോഗാവസ്ഥയിൽ കാണാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ പോകുന്ന VD സതീശൻ തന്റെ പിതാവിനെ മാനിക്കുന്നില്ല, മനുഷ്യത്വത്തിന് വില വയ്ക്കുന്നില്ല എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ആ പെൺകുട്ടി വളരെ കാർക്കശ്യത്തോടെ ആധികാരികമായി വിമർശനങ്ങൾ ഉന്നയിച്ചു. ആ വിമർശനങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകളാണ് അത്ഭുതകരം. ആ പെൺകുട്ടി അസഭ്യം പറയുക, അവൾ രാഷ്ട്രീയക്കാരുടെ ചട്ടുകമാണെന്ന് പറയുക, ഏറ്റവും ഹീനമായി ഇനി കടലിലിറങ്ങി മുഖ്യമന്ത്രി തപ്പണോ എന്നുള്ള നിലയ്ക്കുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നു. ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടത്, ജീവിതത്തിൽ ഒരു ദുരന്തത്തെ നേരിട്ട, ഒരിക്കലും പരിഹരിക്കാനാവാത്തൊരു നഷ്ടം നേരിട്ട ഒരു കുടുംബത്തിന്റെയും ഒരു പെൺകുട്ടിയുടെയൊക്കെ വിലാപത്തിന് മുൻപിൽ, വിമർശനങ്ങൾക്ക് മുൻപിൽ ഇത്ര മര്യാദ കെട്ട ഭാഷ ഉപയോഗിക്കുന്നത് മലയാളിക്ക് ചേർന്നതാണെന്ന് പരിശോധിക്കണം. മനുഷ്യർക്കേ ചേർന്നതല്ല. ജീവിതത്തിൽ ഒരു പ്രതികൂലമായ അവസ്ഥയെ നേരിടുന്ന, ആർക്കും പരിഹരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു നഷ്ടം നേരിടുന്ന നിസ്സഹായായ ഒരു പെൺകുട്ടി ഒരു പൗരൻ എന്ന നിലയ്ക്ക് തനിക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിച്ചില്ല, ഉത്തരവാദിത്വപൂർണമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണമെന്ന് പറയുമ്പോൾ ആ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനും സർക്കാരിനെ ന്യായീകരിക്കാനും എതിരഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ അതിത്ര ഹീനമായി കൂടാ, മനുഷ്യത്വ വിരുദ്ധമായി കൂടാ, മലയാളികൾക്ക് ചേർന്നതല്ലെന്ന് മാത്രമല്ല മനുഷ്യത്വ വിരുദ്ധവുമാണ്.